കാസർഗോഡ് DCC പുനഃസംഘടന സമവായ ചർച്ച പരാജയം. PK ഫൈസലിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാലേ പുനഃസംഘടന സാധ്യമാകൂ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP യോഗത്തിൽ ആവശ്യപ്പെട്ടു. യോഗത്തിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായതിനെ തുടർന്ന് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, വലിയ പ്രശ്നത്തിലാണ് യോഗം അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? രേണുക, കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. KPCC ജനറൽ സെക്രട്ടറി ടോണി സബാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഇത്തരത്തിൽ PK ഫൈസലിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഈ യോഗത്തിൽ 11 പേരായിരുന്നു പങ്കെടുത്തത്. 11 പേരും ഈ ആവശ്യത്തെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. PK ഫൈസലിനെ പിന്താങ്ങാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. തുടർന്ന് ഈ കയ്യാങ്കളിയിലും വാക്കേറ്റത്തിലേക്കും ഈ യോഗം അവസാനം എത്തി. അതോടുകൂടി യോഗം പിരിച്ചുവിടുകയായിരുന്നു. എന്തായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് കടക്കണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും PK ഫൈസലിനെ മാറ്റണം എന്ന ഒരു ആവശ്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ സവർക്കറുടെ പോസ്റ്റ് ഉൾപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് PK ഫൈസൽ നേരത്തെ വിവാദത്തിലായിരുന്നു. എന്തായാലും PK ഫൈസലിനെതിരായി എല്ലാവരും നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാസർഗോഡ് DCC കാണുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.